ഹായ് ഡിയേഴ്സ്, മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസത്തെ ഉച്ചയൂണിൻ്റെ മെഴുക്കുവരട്ടിക്കുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറിനായിട്ട്, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഉരുളൻകിഴങ്ങ് ഇപ്പോൾ തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്ത് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു മുക്കാൽ ഭാഗം വേവാക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 8-10 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചതച്ച മുളകാണ് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് കരിഞ്ഞു പോകാതെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ മുക്കാൽ ഭാഗം വേഗമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങും കൂടി അതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നല്ലപോലെ നമ്മൾ മെഴുക്കുവരട്ടി അവിടെ കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. പോരാത്തതിന് നമുക്ക് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും ഒരു തുണ്ട് ഗരം മസാലയും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഡിലിന് ഒരു മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിൽ പാത്രം കാലിയാവാനായിട്ട് ഇതിലൊരല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.